വീണ്ടും ഒരിക്കൽ കൂടി കഴിഞ്ഞ ഒരു 4-5 മാസത്തിനുള്ളിൽ ഈ ക്യാമ്പസിൽ വരാനുണ്ടായ കാര്യത്തിൽ ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ വളരെ പ്രത്യേകതയോടുകൂടിയാണ് ഈ ക്യാമ്പസിനെ അന്ന് നോക്കിക്കണ്ടത്. കോപ്പറേറ്റീവ് സെക്ടറിൽ തുടങ്ങിയ ആദ്യത്തെ ക്യാമ്പസാണ് ഇന്ത്യയിൽ. ഓട്ടോണമസ് പദവിയുള്ള കോളേജാണ്. ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. ഓൾമോസ്റ്റ് 100% സീറ്റുകൾ മുഴുവൻ ഫില്ലായിട്ടുള്ള ഒരു ഓട്ടോണമസ് കോളേജാണ്. നിരവധിയായിട്ടുള്ള നല്ല സൗകര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെയുള്ള 2-3 മികച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലാബുകളിലൊന്ന് ഇവിടെയാണ്. തീർച്ചയായും ഈ ക്യാമ്പസ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മുൻപന്തിയിലുണ്ടാകും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ആ സന്തോഷം കൊണ്ടുകൂടിയാണ് ഞാൻ ഈ ക്യാമ്പസിലേക്ക് വീണ്ടും എത്തുന്നത്. നമുക്കറിയാം, ലോകത്തെല്ലായിടത്തും വലിയ മാറ്റങ്ങൾ നടക്കുന്ന കാലം. ഞാൻ എപ്പോഴും പറയും, വൈജ്ഞാനിക വിപ്ലവം നടക്കുന്ന കാലമാണ്. അറിവുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നം എന്താ? പല കോഴ്സുകളും ഔട്ട്ഡേറ്റഡാണ്. അതുകൊണ്ടാണ് കുട്ടികൾ ഇവിടെ പഠിക്കാതെ വിദേശങ്ങളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമുക്കതിനൊരു മാറ്റമുണ്ടാക്കും. ഈ ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ ലോകത്തിലെല്ലാം തൊഴിലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക വളരെ വേഗതയിൽ. ഇന്നുണ്ടാകുന്ന ഒരു തൊഴിൽ നാളെ ഇല്ല. പക്ഷെ ഒരു തൊഴിൽ ക്ലോസ് ചെയ്യപ്പെടുമ്പോൾ വേറൊരു സ്ഥലത്തൊരു പുതിയ തൊഴിലുണ്ടാവുകയാണ്. അപ്പോൾ ഈ ഫ്യൂച്ചർ ടെക്നോളജീസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, റോബോട്ടിക് ടെക്നോളജി, ജനറ്റിക് എഞ്ചിനീയറിംഗ്, പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടാവുകയാണ്. ആ വിഷയങ്ങളിലൂടെ ഉണ്ടാകുന്ന പുതിയ അറിവുകൾ പുതിയ ജോലി സാധ്യതകളിലേക്ക് പോവുക. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് 12 മുതൽ 15 സെക്ടറുകളായി ഇതിനെ തിരിച്ച് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിദഗ്ധന്മാരെ ഉൾപ്പെടുത്തി ഓരോ സെക്ടറിനും ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ബജറ്റിൽ പ്രഖ്യാപിച്ച അതുണ്ടാക്കിയാണ്. അവർ അതിലെ എക്സ്പേർട്സ് ഇത് കൃത്യമായി നിരീക്ഷിക്കും. ഓരോ രംഗത്തും നടക്കുന്ന മാറ്റങ്ങൾ അവർ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യും. അതനുസരിച്ച് ഗവൺമെൻറ് കരിക്കുലം റീസ്ട്രക്ചർ ചെയ്യും. പുതിയ കോഴ്സുകൾ ഉണ്ടാവും. ഇൻഡസ്ട്രിയുമായി നമ്മൾ ബന്ധപ്പെടും. കാരണം കോഴ്സ് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ കുട്ടികളെ മുഴുവൻ അവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റണം. പുതിയ ജോലി അവർക്ക് കൊടുക്കാൻ പറ്റണം. കാലത്തിനനുസരിച്ച് നീങ്ങണം. നമ്മൾ യൂണിവേഴ്സിറ്റി ബില്ലിലെല്ലാം അമെൻമെൻറ്റ് കൊണ്ടുവരികയാണ്. ഒക്ടോബർ മാസമാകുമ്പോൾ വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളടക്കം കേരളത്തിലേക്ക് വരും. ലോകത്തിലെ ലെഗസി യൂണിവേഴ്സിറ്റീസിൻ്റെ ക്യാമ്പസ് കേരളത്തിലുണ്ടാവും. അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസ് കേരളത്തിലുണ്ടാവും. പുതിയ കോഴ്സുകളുണ്ടാവും. അത് പഠിച്ചാൽ ജോലി ഉറപ്പാവുന്ന കോഴ്സുകൾ കേരളത്തിലുണ്ടാകാം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഉടച്ചു വാർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞാബദ്ധമായ നിലപാട്. കാരണം ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം ഈ ജനറേഷനാണ്, വളർന്നു വരുന്ന ജനറേഷനാണ്. അവർ നമ്മുടെ നാട്ടിൽ നിൽക്കണം, അവർക്കൊരു സെക്യൂരിറ്റി ഉണ്ടാകണം, സുരക്ഷിതത്വം ഉണ്ടാകണം, ജോലി ഉണ്ടാകണം. ഏത് വിദേശ രാജ്യങ്ങളിലുള്ള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ കേരളത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ഡെലിവറി 6 മാസം, ഈ ഗവൺമെൻറ് 6 മാസം പൂർത്തിയാക്കുന്ന അന്നു മുതൽ തുടങ്ങും. മാറ്റം നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കും. അതിനെല്ലാം നമുക്ക് ധൈര്യം പകരുന്ന ഒരു സ്ഥാപനമാണ് ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു കാര്യം ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചു. ബഹുമാന്യനായ ET കൂടി വേദിയിലേക്ക് എത്തുന്നുണ്ട്. നമുക്കെല്ലാം പ്രിയങ്കരനായ നമ്മുടെ MP ശ്രീ ET മുഹമ്മദ് ബഷീറിനെ ഞാൻ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ പല കാരണങ്ങളാൽ പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച വനിതകൾക്ക് ഞങ്ങളും കോളേജിലേക്ക് എന്നൊരു പദ്ധതി ഇവിടെ ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ പഠിക്കുന്ന കുട്ടികളുമായിട്ട് അന്ന് ഇൻട്രാക്ട് ചെയ്ത അന്നേ നോട്ടോട്ട് വെച്ചാണ്. ഇതൊരു ഗംഭീര പരിപാടിയാണ്. ഈ പരിപാടി അദ്ദേഹത്തിൻ്റെയും ആഗ്രഹം മങ്കടയിൽ മാത്രം പോരാന്ന്, കേരളം മുഴുവൻ വ്യാപിപ്പിക്കണമെന്ന്. ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു. ഈ പദ്ധതി
കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിലേക്ക് വ്യാപിക്കും. ഒരു പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച 25,000 സ്ത്രീകളെങ്കിലും ബിരുദധാരികളും ഉന്നത ബിരുദധാരികളും ആക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ഒരു നല്ല പ്രോജക്റ്റാണ്. ഞാൻ അദ്ദേഹത്തെ അന്ന് അഭിനന്ദിച്ചിട്ടാണ് പോയത്. അന്ന് എനിക്കിത് ഓഫർ ചെയ്യാൻ പറ്റില്ല, ഞാൻ പ്രതിപക്ഷ നേതാവും മാത്രമായിരുന്നു. ഇന്ന് ഞാൻ രണ്ടാമത് തിരിച്ചു വന്നിട്ട് ആ പദ്ധതി കേരളത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കും എന്ന വാക്കുകൂടി നൽകുന്നു. അന്ന് എനിക്ക് കുറച്ച് അസൂയം കൂടി തോന്നി. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ചെയ്യാത്ത കാര്യം ഈ MLA ഈ മണ്ഡലത്തിൽ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു അസൂയ എന്ന് വെച്ചാൽ പല രീതിയിലുള്ള അസൂയ ഉണ്ടല്ലോ. നമ്മളൊരു ആദരവ് കൊണ്ടും ബഹുമാനം കൊണ്ടും ഇഷ്ടം കൊണ്ടൊരു അസൂയ ഉണ്ടാവും. ആ അസൂയ എനിക്ക് MLAയോട് അന്നുണ്ടായി. അന്നേ നോട്ടമിട്ട് വെച്ചതാണ്. ഇത് നമുക്ക് കേരളത്തിലേക്കുള്ള ഒരു നല്ല പ്രോജക്റ്റായി നമ്മൾ മാറ്റും. നിങ്ങളെല്ലാം, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ സന്ദേശമാണ്. ജീവിതം എന്ന് പറയുന്നത് ഇൻ സെർച്ച് ഓഫ് നോളജ്, അറിവ് തേടിയുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണമാണ് ജീവിതം. വളരെ പാഷനേറ്റായി നമുക്കൊരു ഇഷ്ടമുള്ള വിഷയം പഠിച്ച് ഡിഗ്രി നേടാനോ മാർക്ക് മേടിക്കാനോ വേണ്ടി മാത്രമല്ല, അതൊക്കെ മേടിക്കണം. ആ വിഷയത്തോട് നമുക്കൊരു ആഭിമുഖ്യം, നമുക്കൊരു പ്രണയം ആ വിഷയത്തിനോട് ഉണ്ടാക്കിയ പ്രണയം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രണയം വളരെ പാഷനേറ്റായി ആ വിഷയത്തോട് നമുക്കൊരു ആഭിമുഖ്യം ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. അപ്പോഴാണ് പഠിക്കുന്നത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇല്ല ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠിത്തം അതൊരു ബോറാണ് അല്ലേ, നമുക്ക് ബോറടിക്കും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠിത്തം വരുമ്പോൾ. പക്ഷേ നമുക്കൊരു വിഷയത്തോട് ഇഷ്ടമുണ്ടായി ആ വിഷയത്തിലേക്കുള്ള പുതിയ പുതിയ കാര്യങ്ങൾ, ആ വിഷയത്തിൽ ലോകത്തെമ്പാടും ഉണ്ടാകുന്ന പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു യാത്ര, അതാക്കി നിങ്ങൾ പഠനത്തെ മാറ്റണം എന്ന വിനയപൂർവമായ അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ജെംസ് മാനേജ്മെൻറ്റിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് അവർ പൂർത്തിയാക്കിയ മനോഹരമായ ഈ മന്ദിരം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.